ഹലോ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നോട്ടൊക്കെ തന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ഗ്ലാംസിൻ്റെ ഈ ഒരു ടൈലറിങ്, സ്റ്റിച്ചിങ് ആൻഡ് കട്ടിങ് ക്ലാസ്സിലേക്ക് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്, നമുക്ക് ടൈലറിങ് ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റായിട്ട് തന്നെ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത് എന്താണ്, ടാപ്പിനെ കുറിച്ചിട്ടായിരിക്കും ഉണ്ടാകുക. ഫസ്റ്റായിട്ട് നമ്മൾ പഠിക്കുന്നത് ഒരു മെഷർമെൻറ്റ് ഏത് സംവിധാനത്തിലൂടെയാണ് എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ആൻഡ് കട്ടിങ്ങിൽ വരുന്നത് എന്താണ്, ഈ ടാപ്പ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഒരാളുടെ ബോഡി മെഷർമെൻറ്റ് എടുക്കുന്നതും ആ മെഷർമെൻറ്റിനെ നമ്മൾ തുണിയിലോട്ടേക്ക് വരക്കുന്നതും ഒക്കെ എന്തായിരിക്കും, ഈ ടാപ്പ് വെച്ചിട്ടായിരിക്കും. ഈ ടാപ്പിനെ കുറിച്ച് അറിയുന്നവരുണ്ടാകാം, അറിയാത്തവരൊക്കെ ഉണ്ടാകാം. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടാപ്പിന് 2 വശങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഒന്നാമത്തെ വശം എന്ന് പറയുന്നത് ഇഞ്ച് വശവും രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ വശവുമായിരിക്കും. ഒരു വശത്ത് സെൻറ്റിമീറ്ററും ഒരു വശത്ത് ഇഞ്ചും ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഇഞ്ച് വശത്ത് 60 ഇഞ്ച് വരെ ആയിരിക്കും ഉണ്ടാകുക. ടാപ്പിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് മുതൽ എൻഡിങ് വരെ ആയിട്ട് 60 ഇഞ്ചായിരിക്കും. 1.5 മീറ്റർ ആയിരിക്കും നമ്മുടെ ടാപ്പിൻ്റെ നീളം എന്ന് പറയുന്നത്. അപ്പോൾ 1.5 മീറ്റർ നീളമുള്ള ടാപ്പിൽ 60 ഇഞ്ചുകളാണ് ഉള്ളത്. ആ 60 ഇഞ്ചിൻ്റെയും ഓരോ ഇഞ്ചുകളുടെ ഇടയിലായിട്ട് നമ്മൾക്ക് കാണാം ഇത് 1-ൻ്റെയും 2-ൻ്റെയും 3-ൻ്റെയും 4-ൻ്റെയും ഒക്കെ ഇടയ്ക്കായിട്ട് കുറേ വരകൾ ഇങ്ങനെ കൊടുത്തതായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. കുറേ വരകൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഓരോ വരകളും 5-ൻ്റെ 6-ൻ്റെ ഉള്ളിലായാലും 9-ൻ്റെ 10-ൻ്റെ ആ ഇഞ്ചുകളുടെ ഉള്ളിലായിട്ടും ഒരേപോലത്തെ വരകളാണുള്ളത്. ആ വരകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഇതിൽ 1/4, 1/2, 3/4 എന്നിങ്ങനെയൊക്കെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഇവിടെ 10, 11 എന്നുള്ള ഇഞ്ച് എടുക്കുക. 10, 11 ഇഞ്ച് എടുത്തു കഴിഞ്ഞാൽ 11 എന്ന ഈ എണ്ണൽ സംഖ്യ കഴിഞ്ഞിട്ട് വലിയ വര കഴിഞ്ഞിട്ട് 1, രണ്ടാമത്തെ വര എത്തുമ്പോൾ അത് 1/4 എന്നതിനെ സൂചിപ്പിക്കും. 4-ാമത്തെ വര എത്തുമ്പോൾ അത് 1/2 എന്നതിനെ സൂചിപ്പിക്കും. 6-ാമത്തെ വര എത്തുമ്പോൾ അത് 3/4 എന്നതിനെ സൂചിപ്പിക്കും. 8-ാമത്തെ വര എത്തുമ്പോൾ ആ 1 ഇഞ്ച് പൂർണ്ണമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1/4, 1/2, 3/4, വീണ്ടും ഒരു 1/4 കൂടുമ്പോൾ 1ലേക്ക് പൂർണ്ണമാകും. അപ്പോൾ വലിയൊരു വര കഴിഞ്ഞ് 2-ാമത്തെ വര എത്തുമ്പം 1/4, 4-ാമത്തെ വര എത്തുമ്പോൾ 1/2, 6-ാമത്തെ വര എത്തുമ്പോൾ 3/4, 8-ാമത്തെ വരെ എത്തുമ്പോൾ അത് 1 മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ 0 മുതൽ ഈ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, ഇവിടെയാണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് തുടങ്ങുന്നത്. സ്റ്റാർട്ടിംഗ് പോയിൻ്റ് മുതൽ 60 ഇഞ്ച് വരെയുള്ള എല്ലാ ഇഞ്ചുകളുടെ ഉള്ളിലും ഒരേപോലത്തെ വരകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇപ്പം നമ്മളോട് പറയുകയാണ് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഈ കൈ ഇവിടെ വെച്ചത് മുതൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ടാപ്പിനെ വെച്ചു. 2.5 എവിടെ വരുന്നോ, ഈ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് മുതൽ 1 വരെ എത്തുമ്പോൾ അത് 1 ഇഞ്ചാകും. 1 മുതൽ 2 എത്തുമ്പോൾക്ക് ഈ 1 ഇഞ്ചും ഈ 1 ഇഞ്ചും കൂട്ടുമ്പോൾ അത് 2 ഇഞ്ചാകും. 2.5 എന്ന് പറയുമ്പോൾ 2 കഴിഞ്ഞിട്ട് 4-ാമത്തെ വരെയാണ് എന്ത് പറയുന്നത്, 1/2 എന്നതിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ 2.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ 2.5 വരെ മാർക്ക് ചെയ്യുമ്പോഴാണ് അത് 2.5 ഇഞ്ചായിട്ട് മാറുന്നത്. അങ്ങനെയാണ് ഓരോ ഇഞ്ചുകളും നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അടുത്ത് നമുക്ക് സെൻറ്റിമീറ്റർ വശത്തിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ തുണിനെ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വലിയൊരു റോള് തുണിയുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ അതിൽ നിന്നും നമ്മൾ 1 മീറ്റർ 2 മീറ്റർ എന്ന് നമുക്ക് മുറിച്ചെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മീറ്ററായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇതിൽ 150 സെൻറ്റിമീറ്റർ വരെയാണ്. ഈ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് മുതൽ സെൻറ്റിമീറ്റർ വശം വെച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് മുതൽ ഒരു ടാപ്പിൽ ഉണ്ടാകുക എത്രയായിരിക്കും, 1.5 മീറ്റർ എന്ന് പറയുന്നത് 150 സെൻറ്റിമീറ്ററിനാണ് 1.5 മീറ്റർ എന്ന് പറയുന്നത്. 25 സെൻറ്റിമീറ്റർ ആകുമ്പോൾ 1/4 മീറ്റർ, 50 സെൻറ്റിമീറ്റർ ആകുമ്പോൾ 1/2 മീറ്റർ, 175 എത്തുമ്പോൾ 3/4 മീറ്റർ, 100 സെൻറ്റിമീറ്റർ എത്തുമ്പോഴാണ് 1 മീറ്റർ. ഒക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ 100 സെൻറ്റിമീറ്ററാണ് 1 മീറ്റർ. അപ്പോൾ നമ്മൾ വലിയൊരു തുണിയിൽ നിന്ന്, വലിയ റോള് 10 മീറ്ററോ അല്ല 20 മീറ്ററോ ഉള്ള ഒരു തുണിയിൽ നിന്നും നമ്മൾ 2 മീറ്റർ മുറിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് മുതൽ 100 വരെ ആ തുണീനെ അളക്കുക. അപ്പോൾ 1 മീറ്ററായി. വീണ്ടും നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് മുതൽ 100 വരെ അളക്കുക. അപ്പോൾ എത്രയായി, 2 മീറ്ററായി. അങ്ങനെ നമ്മൾ അളന്നെടുത്താൽ മതി. അങ്ങനെയാണ് നമ്മുടെ ഈ ടാപ്പിലെ ഇഞ്ചിനെ കുറിച്ചിട്ടും സെൻറ്റിമീറ്ററിനെ കുറിച്ചിട്ടും നമ്മൾക്ക് ഇത്രയാണ്
പറയാനുള്ളത്. പിന്നെ ചില ആളുടെ ഇപ്പം എൻ്റെയൊക്കെ ടേപ്പിൻ്റെ 2 ഈ സെൻറ്റിമീറ്റർ വശത്ത് ഇഞ്ചും കൂടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തന്നെ 3 സെൻറ്റിമീറ്റർ എത്തുമ്പോഴാണ് 1 ഇഞ്ചാകുന്നത്. 5 സെൻറ്റിമീറ്റർ എത്തുമ്പോഴാണ് 2 ഇഞ്ചാകുന്നത്. ചില ടേപ്പുകൾക്ക് എന്തായിരിക്കും, ഒരു വശത്ത് സെൻറ്റിമീറ്റർ മാത്രവും ഒരു വശത്ത് ഇഞ്ച് മാത്രമായിരിക്കും ഉണ്ടാകുക. അപ്പോൾ എൻ്റെ ടേപ്പിന് 2 വശത്ത് ഇഞ്ച്, ഒരു വശത്ത് ഫുള്ളായിട്ട് ഒരു വശത്ത് ഇഞ്ചും മറ്റേ വശത്ത് സെൻറ്റിമീറ്ററും ഉണ്ട്, ഇഞ്ചും ഉണ്ട്. അപ്പോൾ അതെല്ലാവരും ടേപ്പൊക്കെ എടുക്കുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ.